ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 10th നല്ല മാർക്സ് വാങ്ങിയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനെ പറ്റിയിട്ട്. പക്ഷേ അതിനെ പറ്റിയിട്ട് കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ 9 A+ഉം 1 Aയും ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വായിച്ചാൽ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറുന്നതായിരിക്കും. ഇപ്പോൾ 90% എന്ന് പറയുമ്പോൾ നമ്മൾ WGPA കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ A+ അത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? 90% ആയിട്ടാണ് കണക്കാക്കുന്നത് സ്റ്റേറ്റ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ് വരിക? 90% ആണ് വരിക. ഓക്കെ, ഫുൾ A+ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പെർസെൻറ്റേജ് 90% ആണ് വരിക. അപ്പോൾ ഈ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിക്ക് മാത്രമാണോ ഈ ഒരു PM ഫൗണ്ടേഷനിൽ അപ്ലൈ ആക്കാൻ പറ്റുന്നത്? അല്ല, എല്ലാ വിഷയങ്ങളിലും ഓരോ സബ്ജക്റ്റും എടുത്ത് നോക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിലും A ആണ് നിങ്ങളുടെ ഗ്രേഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ പെർസെൻറ്റേജ് എത്രയായിട്ട് മാറും? 80% ആയിട്ട് മാറും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ആക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്സോ സ്പോർട്സോ സംസ്ഥാന ദേശീയ തല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജും കൂടിയും അപ്ലൈ ആക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ സബ്ജക്ട്സിലും A ഗ്രേഡ് കിട്ടിയ കുട്ടിക്കും, അതായത് 80% കിട്ടിയ സ്റ്റേറ്റിൽ 80% കിട്ടിയ കുട്ടിക്കും എന്തിൽ അപ്ലൈ ആക്കാൻ പറ്റുന്നതാണ്? ഈ ഒരു PM ഫൗണ്ടേഷനിൽ അപ്ലൈ ആക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിവിധ സ്കോളർഷിപ്സ് ആണ് അവർ ഓഫർ ചെയ്യണത്. ഇതിൽ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന 10 കുട്ടികൾക്ക് അവരുടെ 5 വർഷത്തിനുള്ള ആ ഒരു ഫ്യൂച്ചർ സ്റ്റഡി ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡി പ്ലാൻ. അപ്പോൾ അതെന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഫെലോഷിപ്പിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം സ്കോളർഷിപ്പ് വരുന്ന എക്സാമിനേഷനാണ്. അപ്പോൾ നല്ല മാർക്സ് കിട്ടിയ കുട്ടികൾക്ക് ഇതൊരു നല്ല അവസരമാണ്, ഒരിക്കലും വിട്ട് കളയരുത്. ഇനി കൂടുതൽ ഇതിനെപ്പറ്റി എങ്ങനെയാണ് അത് അപ്ലൈ ആക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ അപ്ലൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നിങ്ങളത് ഗൂഗിളിൽ കയറിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ആക്കേണ്ടതെന്നുള്ള ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് PM ഫൗണ്ടേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ PMonline.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ നിങ്ങൾക്ക് PM ഫൗണ്ടേഷൻ ഇൻവൈറ്റ്സ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2026 എന്നുള്ളത്. അവസാന തീയതിയും അവിടെ കൊടുത്തിട്ടുണ്ട്, എപ്പോൾ വരെ നിങ്ങൾക്ക് അപ്ലൈ ആക്കാം. June 20 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ആക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാന നിമിഷത്തേക്ക് വെക്കാതെ ആദ്യം തന്നെ നിങ്ങൾ അതിന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ആക്കി ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അപ്ലൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആൻഡ് അപ്ലൈ, അതിൻ്റെ മുന്നേ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്, അതൊക്കെ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ നിങ്ങളുടെ നെയിം, ജെൻഡർ, കൺട്രി ഏതാണ്, പിന്നെ നിങ്ങളുടെ പഠിച്ച സ്കൂള്, അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിങ് ഏതാണ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ നിങ്ങളുടെ എക്സാം സ്കോർ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം ഫുൾ A+ ഓർ എബവ് 90% എബവ് ഇൻ ഓൾ സബ്ജക്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ A ഓർ 80% എബവ് ഇൻ ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്ട്സിലും കേട്ടോ. അതായത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80% ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80% ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് അത് നിങ്ങളുടെ ഫയലിൽ നിന്ന് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട്, പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, ഇമെയിൽ കൊടുക്കുമ്പോഴും നിങ്ങൾ വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ തന്നെ ആയിരിക്കണം കൊടുക്കുക. കാരണം ഫർദർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പം ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? ഈ ഒരു സെക്യൂരിറ്റി കോഡും കൂടി കൊടുത്തതിന് ശേഷം അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് ഫർദർ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കുക, വിട്ട് കളയരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു PM ഫൗണ്ടേഷൻ എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല, നമുക്ക് അവൈലബിൾ അല്ല. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കിയാലും ഈ ഒരു PM ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ
അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 2 അവറാണ് എക്സാം ഉണ്ടാവുക നിങ്ങൾക്ക്. അപ്പോൾ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് എക്സാമിനേഷൻ വരണത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ നമ്മളതിന് മാക്സിമം ട്രൈ ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇതേപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും, അതേപോലെ നിങ്ങൾ ഈ ഒരു PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.